ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയുടെ മധ്യത്തിൽ വെച്ച് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യയുടെ സ്പിന്നറും ഓൾറൗണ്ടറുമായ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അശ്വിന്റെ വിരമിക്കൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ഒരു റിപ്പോർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഗാബയിലെ 3ാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചതിന് ശേഷമാണ് അശ്വിൻ തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ദേശീയ ടീമിനൊപ്പം ഇത് തന്റെ അവസാനത്തെ ദിനമായിരിക്കുമെന്നാണ് അശ്വിൻ വിരമിക്കലിന് മുന്നോടിയായി പറഞ്ഞത്. റെഡ് ബോൾ ക്രിക്കറ്റിലെ പകരം വെക്കാനില്ലാത്ത മാച്ച് വിന്നറെ കൂടിയാണ് ടീം ഇന്ത്യക്ക് അശ്വിന്റെ വിരമിക്കലോടുകൂടി ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. 1-2 വർഷം കൂടി തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിക്കുമെന്നിരിക്കെയാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനം എത്തിയത്. തീർച്ചയായിട്ടും യുവതാരങ്ങൾക്ക് അർഹിച്ച സമയത്ത് താൻ വഴിമാറി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് അശ്വിൻ ഇപ്പോൾ നൽകുന്നത്. അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ ടീമിൽ സമഗ്രമായ അഴിച്ചുപണിക്കുള്ള ഒരു തുടക്കം മാത്രമായാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. അശ്വിന് സമാനമായ രീതിയിൽ ചില വമ്പൻ വാർത്തകളും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കേഡർ നൽകിയിരിക്കുന്നത്. ഒരുപിടി വലിയ അനൗൺസ്മെന്റുകൾക്കുള്ള തുടക്കം മാത്രമാണ് അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനമെന്നും ഇന്ത്യൻ ടീമിൽ നിന്നും വലിയ വാർത്തകൾ വരാനിരിക്കുന്നുണ്ട് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നത്. തീർച്ചയായിട്ടും യുവതാരങ്ങൾക്ക് സീനിയർ താരങ്ങൾ വഴിമാറേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അശ്വിന്റെ വിരമിക്കലിനോട് ചേർത്തുവെച്ച് വായിക്കാനാകുന്ന മറ്റൊരു പബ്ലിക് ഒപ്പീനിയനായി വന്നിരിക്കുന്നത് രോഹിത് ശർമ്മയും അർഹിച്ച സമയത്ത് വിരമിക്കൽ പ്രഖ്യാപിച്ച് ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ളൊരു അഭിപ്രായമാണ്. രോഹിത്തിന്റെ കഴിഞ്ഞ ടെസ്റ്റിലെ 15 ഇന്നിംഗ്സുകൾ പരിഗണിക്കുകയാണെങ്കിൽ വെറും 10 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ്. സമാന സാഹചര്യത്തിൽ കോഹ്ലി ഒരു ടെസ്റ്റ് സെഞ്ചുറി നേടിയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അത്ര ഭേദപ്പെട്ട പ്രകടനം കോഹ്ലിക്കും പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. രഹാനെ, പൂജാരെ എന്നിങ്ങനെ ടെസ്റ്റ് ഫോർമാറ്റിൽ ടീം ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കളിക്കുന്നില്ല. അവസരം കാത്തു നിൽക്കുന്ന യുവതാരങ്ങളെയാണ് ഇവിടെ ടീം ഇന്ത്യ പരിഗണിക്കുന്നത്. സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, ഇഷൻ കിഷൻ, തിലക് വർമ്മ എന്നിങ്ങനെ T20 ഫോർമാറ്റിൽ കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളെ ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അടുത്തതായി ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കാണുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ശക്തമാണ്. ഗൗതം ഗംഭീറിന്റെ കീഴിൽ T20 ഉൾപ്പെടെ പ്രകടന മികവ് ആവർത്തിക്കുന്ന താരങ്ങളെ എല്ലാ ഫോർമാറ്റിലേക്കും കളിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇവിടെ ടീം മാനേജ്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് ഒരു തലമുറ മാറ്റത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര അവസാനിക്കുന്നതോടുകൂടി പല വലിയ അനൗൺസ്മെന്റുകളും ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.